ഹലോ, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് ദാനമായി തന്നു. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. ആ ദാനത്തെ ഓർത്ത് നമ്മൾ എത്രമാത്രം കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടവരാണ്. അപ്പോൾ ഒരു ദിവസം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടിയാണ്. കർത്താവിൽ വിളിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാർക്കും നിത്യജീവൻ്റെ പ്രത്യാശ കർത്താവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഈ ക്ഷണികമായ ഈ ലോക ജീവിതം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുള്ളതാണ്. അത് ശരിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടവർക്ക് മാത്രമാണ്. നിത്യതയുടെ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്നും രക്ഷിക്കപ്പെട്ട എത്രയോ പേർ അവരുടെ ഈ ചെറിയ ഒരു ജീവിതത്തിന് വേണ്ടി മുഴുവൻ സമയങ്ങളും അതിനെ വേണ്ടി ചിലവഴിക്കുക. അവർക്കതിൻ്റെ ഗൗരവം അറിഞ്ഞുകൂടാ. നമ്മളെ എങ്ങോട്ട് വിളിച്ചു, എന്തിനു വിളിച്ചു, ആര് വിളിച്ചു, അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ബോധ്യം അവർക്കില്ല. അപ്പോൾ നമുക്ക് വിളിക്കപ്പെട്ടവർക്ക് നിത്യതയുടെ കാഴ്ചപ്പാട് വളരെ അനിവാര്യമാണ്. ഈ ഒരു ചെറിയ ആയുസ് മാത്രമാണ് നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുവാൻ നമുക്കുള്ളത്. ആ കാഴ്ചപ്പാട് ലഭിച്ചാൽ നമ്മുടെ സമയങ്ങളൊന്നും നമ്മൾ നഷ്ടമാക്കത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഭാവി കാര്യങ്ങളോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അത് വളരെ വിലപ്പെട്ട കാര്യമറിയോ മക്കളെ? ഇത് നമ്മൾ വളരെ ഗൗരവമായി കാര്യങ്ങൾ മനസ്സിലാക്കണം, ചിന്തിക്കുക. അപ്പം നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വേഗം വരികയാണ്. നമുക്ക് ഒട്ടും സമയം പാഴാക്കാനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 5 സിംഹാസനങ്ങൾ എന്നുള്ള കാര്യമാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിൽ ഒന്നാമത്തെ സിംഹാസനം കൃപാസനമാണ്. അപ്പോൾ ഇന്ന് താൻ കൃപയുടെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അവിടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ഈവൻ നമ്മൾ ഇന്ന് അറിയിക്കുന്ന സഭ ഈ ലോകത്തിലായിരിക്കുന്നത് കൃപാകാലയളവാണ്. ഈ കൃപാകാലയളവ് കഴിയുമ്പോഴത്തേക്കും സഭായുഗം, പരിശുദ്ധാത്മയുഗം അങ്ങ് അവസാനിക്കുക. ഇന്ന് നമ്മൾ അറിയിക്കുന്നത് തന്നെ കൃപയുടെ സുവിശേഷമാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തിയാലല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ രക്ഷ. അത് ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന ഏവർക്കും ദാനമാണ് എന്നുള്ള മഹൽ സത്യം ചിന്തിക്കണേ. അപ്പോൾ കൃപായുഗത്തിൽ ഈ കൃപാസനത്തിൽ കർത്താവ് ഇരിക്കുമ്പോൾ തൻ്റെ വിശുദ്ധന്മാർ ലോകത്തോട് അറിയിക്കുന്നത് പോലും കൃപയുടെ സുവിശേഷം എന്നുള്ള സത്യമാണ്. വീണ്ടും നമ്മൾ കണ്ടത് ന്യായാസനം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ കൃപാസനത്തിൽ നിന്നും ന്യായാസനത്തിലേക്ക് മാറാൻ പോവുകയാണ്. അതിനു മുൻപ് കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കും. ന്യായാസനം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഭയമാണ്. നമുക്ക് ന്യായാസനത്തെങ്കിൽ ഭയപ്പെടാൻ ഒന്നുമില്ല. കാരണം അവിടെ നമുക്ക് നമ്മുടെ ന്യായവിധിയല്ല, പിന്നെയോ നമുക്ക് ലഭിക്കാനുള്ള പ്രതിഫലങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ ലോക ജീവിതയാത്രയിൽ നമ്മൾ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തിക്കത്തക്ക പ്രതിഫലം എന്നാണ് നമ്മൾ 2 കൊരിന്ത്യർ 5:10 വെളിപ്പാട് 22:12 നമ്മൾ ഇതിനു മുമ്പ് വായിച്ചതാണ്. ഞാനതെല്ലാം ഇനിയും വായിക്കുന്നില്ല, റെഫറൻസ് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. 2 കൊരിന്ത്യർ 5:10 വെളിപ്പാട് 22:12. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക്, അപ്പോൾ നമ്മുടെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങൾക്കും കർത്താവ് തൂക്കി നോക്കും, കണക്ക് നോക്കും, അത് തീ കൊണ്ട് ശോധന ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഇടപെടലുകൾക്കും അവിടെ അത് ശോധന ചെയ്യപ്പെടും. എന്നിട്ട് അതിനെല്ലാം നമുക്ക് പ്രതിഫലമുണ്ട്. ഈവൻ കർത്താവിന് വേണ്ടി നമ്മൾ കഷ്ടം സഹിച്ചതിനും നഷ്ടം സഹിച്ചതിനും എല്ലാത്തിനും നമുക്ക് അവിടെ വെച്ചാണ് പ്രതിഫലം ലഭിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ജയാളികളെ കണ്ടെത്തുന്നത്. കാരണം ജയാളികൾക്കായി വാഗ്ദത്തങ്ങളുള്ളത്. മുന്നോട്ടുള്ള വാഗ്ദത്തങ്ങളൊക്കെ ജയാളികൾക്കാണ്. അപ്പോൾ നമ്മൾ ഒരു ജയാളിയായി ജീവിക്കേണ്ട സമയം ഇപ്പോഴാണ്. അതിനെക്കുറിച്ച് നമ്മൾ വളരെ അറിവുള്ളവരായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ഈ വിധി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കർത്താവിനോട് കൂടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. എന്നാൽ ആദ്യം നടക്കുന്നത് നമ്മൾ കണ്ടല്ലോ, 3-ാമത്തെ സിംഹാസനം, മഹിമാസനം. കർത്താവ്
യഹോശാഫാത്ത് എന്ന് പറയുന്ന താഴ്വരയിൽ തൻ്റെ സിംഹാസനമിട്ട് അവിടെ ജാതികളെ ന്യായം വിധിക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം മഹോദ്രവ കാലത്ത്, അപ്പോൾ നമുക്കറിയാം നമ്മൾ എടുക്കപ്പെട്ട ശേഷം ഈ ലോകത്ത് 7 വർഷം മഹാ ഉപദ്രവ കാലമാണ്. ആ മഹാപീഡന കാലത്ത് ഇസ്രായേൽ ജനങ്ങൾ ചിതറിക്കപ്പെടും. വളരെ ചെറിയൊരു ഭാഗം മാത്രമേ അന്ന് ഇസ്രായേലിൽ ഉണ്ടാവൂ. ബാക്കിയുള്ള ജനങ്ങളെല്ലാവരും തൻ്റെ പ്രാണരക്ഷാർത്ഥം ഓടും, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമായി ഓടും. അങ്ങനെ ഓടുമ്പോൾ ജാതികൾ കൈക്കൊള്ളുകയും കൈക്കൊള്ളാതിരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ, അതാണ് അന്നത്തെ ആ ന്യായവിധിയുടെ വ്യവസ്ഥ. അപ്പോൾ അന്ന് യഹൂദനെ സഹായിച്ചവരെ തൻ്റെ വലത്തും, സഹായിക്കാതെ ഉപദ്രവിക്കുകയോ കഷ്ടം വരുത്തുകയോ നഷ്ടം വരുത്തുകയോ ചെയ്തവരെ, കൊല്ലുകയൊക്കെ ചെയ്തവരെ എടുത്തുമായി നിർത്തും. എന്നിട്ട് വലത്തുള്ളവർക്ക് ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് അവരെ സന്തോഷത്തോടെ പ്രവേശിക്കുവാൻ അനുവദിക്കുക. എന്നാൽ ഇടത്തുള്ളവരെ ന്യായം വിധിച്ച് അവരെ നരകത്തിലേക്ക് അയക്കുക. നോക്കുക, നമ്മൾ കണ്ടു, നരകത്തിൽ ഒന്നാമത് പോയത് ക്രിസ്തു വിരോധിയും കള്ളപ്രവാചകനുമാണ്. അങ്ങനെ നരകത്തിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത് പോകുന്ന ഗ്രൂപ്പ് ഈ മഹിമാസനത്തിൽ വെച്ച് ന്യായം വിധിക്കപ്പെടുന്ന ഇടത്തുള്ള യഹൂദന്മാരെ ഉപദ്രവിച്ച ഈ ജനമാണ്. ഇവർ നേരെ അവർ തീക്കുണ്ടത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോവുകയാണ്. നോക്കുക, ഇനി നമുക്ക് കാണാനുള്ളത് 4ാമത്തെ സിംഹാസനമാണ്. 4ാമത്തെ സിംഹാസനം അത് നമ്മൾ പറയുന്നത് രാജാസനം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് വാഴും. നമുക്കറിയാം, കർത്താവ് ജനിക്കുന്ന സമയത്ത് ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയോട് പറയുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു കാര്യം, ലൂക്കോസ് അതിൻ്റെ 1-ാം അധ്യായം 31 മുതൽ 33 വരെ വായിക്കുന്നു. ഞാൻ ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 31 to 33. നീ ഗർഭം ധരിച്ച് ഒരു മാനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ഇത് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം മറിയയോട് പറഞ്ഞ വാക്കുകളാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഈ സന്ദേശം നിവർത്തിക്കപ്പെടാൻ പോവുകയാണ്. കർത്താവ് ഈ ലോകത്തെ രാജ്യം ഭരിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്കറിയാം, അതിനു മുൻപ് കർത്താവ് എന്ത് ചെയ്തു? പിശാചിനെയും അവൻ്റെ ദൂതന്മാരെയൊക്കെ അഗാധകൂപത്തിൽ അടച്ച് മുദ്ര ചെയ്തു. അപ്പോൾ ഇത് നമുക്കറിയാം. അപ്പോൾ ഈ പിശാചിനെ ഇനിയും അല്പകാലത്തേക്ക് തുറന്നു വിടും. എപ്പോഴാ? ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആ സമയത്താണ് കർത്താവ് പിശാചിനെ നരകത്തിലേക്ക് ഇടാൻ പോകുന്നത്. നമ്മൾ അത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 20-ാം അധ്യായം വായിക്കുമ്പോൾ, റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 10, 20-10 വായിക്കുന്നുണ്ട്. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ അതിന് മുൻപ് 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്നും അഴിച്ചുവിടും. അപ്പം ഈ സമയം ഇത്രയും ഈ 1000 വർഷം ഇത്രമാത്രം നന്മകളും അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച ഈ ജനം എന്ന് പറയുമ്പോൾ, അന്ന് ജാതികളായിരിക്കുന്ന ജനങ്ങൾ യഹൂദന്മാരെ സഹായിച്ചവർക്ക് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ വലത്തുള്ളവർ ഓർമ്മയുണ്ടല്ലോ, അവർ വർദ്ധിച്ച് അവരിൽ അനേകരെയും ഈ പിശാച് ചെറിയ സമയം കൊണ്ട് വശീകരിക്കും. എന്നിട്ട് ദൈവജനത്തിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് അവൻ ഒരുക്കും. അതുകൊണ്ടാണ് അവസാന യുദ്ധം ഗോഗുമാഗോഗ് യുദ്ധം എന്ന് പറയാൻ കാരണം. ശ്രദ്ധിക്കുക, അവിടെ ഒരു വലിയ യുദ്ധം നടക്കുന്നില്ല എങ്കിൽ തന്നെയും അതിന് പറയുന്നത് ഗോഗുമാഗോഗ് യുദ്ധമെന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്,
അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്ത് മണൽ പോലെ ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അപ്പോൾ അവൻ വശീകരിക്കാൻ പുറപ്പെടും, അവൻ വശീകരിക്കുകയും ചെയ്യും. നോക്കുക, അപ്പോൾ ഇവൻ വഞ്ചിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവനെ അടച്ചിട്ടതെന്നാണ് അല്ലേ. 1000 ആണ്ട് കഴിയോളം 20-3 1000 ആണ്ട് കഴിയോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു. അപ്പോൾ ഇവൻ വഞ്ചകനാണ്. അപ്പോൾ ഇവന് വളരെ എളുപ്പമായിട്ട് ജനങ്ങളെ വഞ്ചിക്കാൻ കഴിയും. നോക്കുക, അപ്പോൾ ഇവിടെ ഇവൻ എന്തു ചെയ്യും? അവൻ വഞ്ചിക്കുന്നവനാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലും അവനെക്കുറിച്ച് വായിക്കുന്നത് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന ഉണ്ടോ. അവൻ ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്നവനാണ്. അപ്പോൾ അവൻ വഞ്ചകനാണ്, തെറ്റിക്കുന്നവനാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 1000 ആണ്ട് വാഴ്ച എന്നുള്ളത് അതിമനോഹരമായ നിന്റെ രാജ്യം വരണമേ എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചില്ലേ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഇപ്പോൾ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ രാജ്യമാണ്, നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിലാണ്. എന്നാൽ വാസ്തവമായും കർത്താവ് ഈ ലോകത്തെ 1000 ആണ്ട് ഭരിക്കാൻ പോവുകയാണ്. അന്ന് നമ്മൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടാവും, ഭരിക്കാനായിട്ട്. ഉണ്ടാകുമോ? ആർക്ക് ഭരിക്കാൻ കഴിയും? ജയാളികൾക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സത്യത്തിൻ്റെ പ്രകാശനം പ്രാപിച്ച് ജയാളികളായി ജീവിച്ചാൽ അന്ന് നമുക്ക് കർത്താവിനോട് കൂടെ ഭരിക്കാനിടയെ തീരും. ചിന്തിക്കണം, ഇതാ നമ്മൾ അറിയണ്ടേ നമ്മുടെ ഭാവിയെക്കുറിച്ച്. ഇതിനി നിത്യതയാണ്. അപ്പോൾ അതിനെല്ലാം വേണ്ടത് അറിയേണ്ടത് ഈ ചെറിയൊരു ആയുസ്സിലാണ്. ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മൾ ഈ കാര്യം അറിയാണ്ട് ജീവിച്ചാൽ നമ്മൾ വഞ്ചിക്കപ്പെടും. അത് നമ്മൾ അറിയണം, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വിഷയം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും ഞാൻ ഇന്നത്തെ ജീവിതത്തിൽ ഞാനൊരു ജയാളിയാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. കാരണം നമുക്കറിയാമല്ലോ, 7 സഭയ്ക്കുള്ള ദൂതിലും ജയിക്കുന്നവന് എന്നുള്ള പ്രയോഗം, ജയിക്കുന്നവന്. അപ്പോൾ എല്ലാവരും ജയിക്കുന്നില്ല. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു, ഒരുവനെ ജയിക്കുന്നുള്ളതാണ് കർത്താവ് പറഞ്ഞു. അപ്പോൾ ആ ജയാളിയാകാൻ തക്കവണ്ണം നമ്മൾ ജീവിക്കണം. അതിൻ്റെ വ്യവസ്ഥകളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ യഥാർത്ഥമായും നമ്മുടെ മനസ്സാക്ഷിയിൽ എന്താണ് സാക്ഷ്യമുള്ളത്? ഞാനൊരു ജയാളിയായിരിക്കുന്നുണ്ടോ, അതോ ഞാൻ പരാജിതനായി ജീവിക്കുകയാണോ? അല്ലെ, ചില വിശ്വാസികളെ കണ്ടാൽ തന്നെ അവർക്ക് മുഖത്തിന് യാതൊരു സന്തോഷവും ഇല്ല. അപ്പോൾ അതിന് കാരണം എന്താ? അവർ ദൈവത്താൽ നയിക്കപ്പെടുന്നില്ലെന്നുള്ളതാണ്. കാരണം 2 കൊരിന്ത്യർ 2:14 വായിക്കുന്നത് എന്തുവാ? ക്രിസ്തു യേശു നമ്മളെ എല്ലാ ദിവസവും ജയോത്സവമായി നടത്തുന്ന ദൈവം. എല്ലായിടത്തും നമ്മളെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ കർത്താവ്. നോക്കുക, ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ജയോത്സവമായ ജീവിതമാണോ നയിക്കുന്നത്? ഒരു ജയാളിക്ക് മാത്രമേ ആ സന്തോഷം ഉള്ളിലുണ്ടാവൂ. അപ്പോൾ ഇന്ന് അനേകരുടെയും ജീവിതം കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, അവരൊരു ജയാളിയായി ജീവിക്കുന്നില്ല. ജയാളിയായി ജീവിക്കുന്നവൻ എപ്പോഴും ഏതവസ്ഥയിലും അല്ലേ, ഇത്രമാത്രം കഷ്ടതയുടെ ഈച്ചുളയിലായിരിക്കുമ്പോൾ, തുറങ്കിൽ കിടക്കുമ്പോൾ പൗലോസ് പറഞ്ഞ എന്തുവാ? നിങ്ങൾ സന്തോഷിപ്പിൻ, കർത്താവിൽ നിങ്ങൾ സന്തോഷിപ്പിൻ. ഞാൻ പിന്നെയും പറയുന്നു. അപ്പോൾ നമ്മുടെ സന്തോഷം കർത്താവിലാണ്. അപ്പോൾ ആ ജയിലിൽ തുറങ്കിൽ കിടക്കുമ്പോൾ അനേക പ്രയാസങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോഴും ഒരു സ്ത്രീ സന്തോഷിക്കുക, അതിന് സന്തോഷവാനാണ്. ദൈവം കൊടുത്ത ആ സന്തോഷം, ആത്മാവിൻ്റെ ഫലമായ ആ സന്തോഷം എടുത്തു കളയാൻ ആർക്കും കഴിയില്ല. അപ്പോൾ വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇന്ന് നമ്മൾ നമ്മുടെ ഭാവിയിൽ ഞാൻ കർത്താവിനോടുകൂടെ വാഴുവാനുള്ളവരാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, 2 തിമോത്തി 2:11-12 എന്നോടുകൂടെ കഷ്ടം സഹിക്കുന്നവൻ എന്നോടുകൂടെ വാഴുമെന്ന്. അപ്പോൾ കർത്താവിനോടുകൂടെ കഷ്ടം സഹിക്കുന്ന ഒരനുഭവം നമുക്ക് വേണം. അത് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഒരു ഭാഗമാണ്. അതൊരിക്കലും നമ്മൾ മറക്കരുത്. അപ്പോൾ നമുക്ക് കർത്താവിനോടുകൂടെ രാജ്യം ഭരിക്കണം എന്നുള്ളതൊരു അഹങ്കാര ചിന്തയൊന്നുമല്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിലർ വ്യാഖ്യാനം ചെയ്ത് വന്നേക്കാം, എനിക്കറിഞ്ഞുകൂടും. എന്നാൽ ഇത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. അപ്പോൾ ആ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കണം.
അപ്പോൾ കർത്താവ് 1000 ആണ്ട് ഈ ലോകത്തെ ഭരിക്കും. 1000 ആണ്ട് വാഴ്ചയിൽ ആരൊക്കെ ഉണ്ടാവും, അതെങ്ങനെയാണ് എന്ന് സംക്ഷിപ്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. Revelation chapter 20 verse 4-6. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും ആയവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരം ഇല്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. അപ്പോൾ ഇവിടെ കർത്താവിനോടുകൂടി വാഴുന്നവരെ കുറിച്ച് പറയുക. നോക്കണം, എത്ര നാൾ? 1000 ആണ്ട്. 1000 ആണ്ട് വാഴ്ച. നോക്കുക, വളരെ വിലപ്പെട്ട കാര്യമാണ്. 1000 ആണ്ട് വാഴുക. അപ്പോൾ ദൈവം ഈ ലോകത്തെ 1000 ആണ്ട് വാഴുവാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ഈ രാജവാഴ്ച എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചൊരു ചെറിയ പ്രകാശനം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ആ ഭരണക്രമം പറഞ്ഞു തരാം. അപ്പോൾ ഈ സർവ്വഭൂമിക്കും രാജാവായിരിക്കുന്നവൻ കർത്താവാണ്. ഞാൻ അതിന് ചില വാക്യങ്ങൾ വായിക്കാം. സക്കരിയ പ്രവചനം അതിൻ്റെ 14-ാം അധ്യായം 9-ാം വാക്യം. സക്കരിയ ചാപ്റ്റർ 14 verse 9. അപ്പോൾ അവിടെ വായിക്കുന്നത് യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും. നോക്കുക, അപ്പോൾ കർത്താവ് സർവ്വഭൂമിക്കും രാജാവായിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പ്രകാശിത വാക്യം 19:16 രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. അപ്പം നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണെന്ന്. അപ്പം മുഴുവൻ ലോകത്തിൻ്റെയും അധികാരി ആരായിരിക്കും? നമ്മുടെ കർത്താവായിരിക്കും. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവനും അസമാധാനത്തിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോക ജനത മുഴുവൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തെ മുഴുവനും സന്തോഷത്തോടെ, സമാധാനത്തോടെ, സമൃദ്ധിയോടെ ഭരിക്കാൻ കഴിയുന്ന ഒരു നേതാവിന് വേണ്ടി ജനങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ച് കാത്തിരിക്കുക. ആ സമയത്ത് ക്രിസ്തു വിരോധി വന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ സമാധാനം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നേ. അവിടെ ജനങ്ങൾ വഞ്ചിക്കപ്പെടാൻ പോകുന്നേ. എന്നാൽ പ്രിയമുള്ളൊരു യാഥാർത്ഥ്യം, ദൈവം ഈ ലോകത്തെ 1000 ആണ്ട് ഭരിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൻ്റെ മുഴുവൻ രാജാവായി വാഴുവാൻ പോവുകയാണ്, അല്ലേ? നമ്മൾ ഏശയ്യാ പ്രവചനത്തിലൊരു വാക്യമുണ്ട്. ഏശയ്യാ പ്രവചനം അതിൻ്റെ 32-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഏശയ്യാ 32:1. അവിടെ നമ്മൾ വായിക്കുന്നത്, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അപ്പോൾ കർത്താവ് ഈ ലോകത്തെ ഭരിക്കും എന്നുള്ള കാര്യം പ്രവചനാത്മാവിൽ ഇവിടെ യേശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, അന്ന് പിശാചോ അവൻ്റെ ദൂതന്മാരോ ഇല്ല. അവരെല്ലാവരും അടയ്ക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകം മുഴുവനും സമാധാനത്താൽ നിറയുന്ന, യാതൊരു രീതിയിലുള്ള അതിക്രമങ്ങൾക്കും ഇടയില്ലാത്ത ഒരു കാലഘട്ടം. നമ്മൾക്ക് ഇന്നത്തെ തലമുറയിലുള്ള ജനങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. കാരണം ഇന്നത്തെ അന്തരീക്ഷം നമുക്കറിയാം. എവിടെ നോക്കിയാലും ഭയങ്കര കലുഷിതമായ, വിപ്ലവാത്മകമായ ഒരു കാലഘട്ടം. എന്നാൽ നമ്മുടെ കർത്താവ് ലോകത്തെ ഭരിക്കും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥന നിവർത്തിക്കപ്പെടും. നോക്കുക, എത്ര മനോഹരമാണ് ആ ചിത്രം. കർത്താവ് രാജാതി രാജാവായി മുഴുവൻ ലോകത്തെയും ഭരിക്കും.
അപ്പോൾ എന്നാൽ ഇസ്രയേലിൻ്റെ രാജാവ് ആരായിരിക്കും? ഇസ്രയേലിൻ്റെ അത് ദാവീദായിരിക്കും. ദാവീദ്. നമ്മൾ യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം വളരെ നമ്മൾ ഗൗരവമായി കാണേണ്ട കാര്യങ്ങളാണ്. 37-ാം അധ്യായത്തിൻ്റെ 24-ഉം 25-ഉം വാക്യം. യെഹെസ്കേൽ ചാപ്റ്റർ 37 उसका 24-25. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാവർക്കും ഒരേ ഇടയൻ ഉണ്ടാകും. അവർ എൻ്റെ വിധികളിൽ നടന്ന് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ചനുഷ്ഠിക്കും. എൻ്റെ ദാസനായ യാക്കോബിനെ ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതും ആയ ദേശത്ത് അവർ പാർക്കും. അവരും മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും. എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. നോക്കുക, അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ ഇസ്രയേലിൻ്റെ രാജാവ് ആരായിരിക്കും? ദാവീദായിരിക്കുന്നു. ദാവീദായിരിക്കും ഇസ്രായേലിനെ അന്ന് ഭരിക്കുക. അപ്പോൾ രാജാതി രാജാവായി നമ്മുടെ കർത്താവുണ്ട്. എന്നാൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അതിനെ ഭരിക്കുന്നത് ദാവീദായിരിക്കും. അപ്പോൾ അന്ന് ദാവീദ് ഇസ്രായേലിനെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെയുള്ള 12 ഗോത്രങ്ങളെ ഭരിക്കുന്നത് ആരായിരിക്കും? അതെല്ലാം കൃത്യമായി എഴുതിയിരിക്കുക. നമുക്ക് അറിയാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ പത്രോസ് ചോദിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അതിന് ഉത്തരം പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്യമാണ് മാത്യു ചാപ്റ്റർ 19:28. അവിടെ വായിക്കുന്നത്, യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നോക്കാതെ മക്കളെ, അപ്പോൾ അന്ന് ഇസ്രായേൽ ഗോത്രങ്ങളെ, ഓരോ ഗോത്രങ്ങളെയും ഭരിക്കുന്നത് അപ്പസ്തോലന്മാരായിരിക്കും. അപ്പോൾ നോക്കണം, കർത്താവായ യേശുക്രിസ്തു മുഴുവൻ ലോകത്തിൻ്റെയും രാജാവായിരിക്കും. ഇസ്രായേലിൻ്റെ രാജാവ് ദാവീദായിരിക്കും. ഇസ്രായേൽ ഗോത്രങ്ങളുടെ അധികാരികൾ അപ്പസ്തോലന്മാരായിരിക്കും. അപ്പോൾ പിന്നെ ഒരു ചോദ്യം, ബാക്കിയുള്ള വിശുദ്ധന്മാർ, സഭയും മഹോദരവകാലത്ത് ജയാളികളെ മരിക്കുന്ന വിശുദ്ധന്മാരൊക്കെ മരിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിച്ചല്ലോ. അവർ ജാതികളുടെ മേൽ അവർ അധികാരം നടത്തും. നോക്കണേ, വളരെ വിശേഷപ്പെട്ട കാര്യമാണ്. നമ്മൾ അത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം എത്ര കൃത്യമായിട്ടാണ് പ്രിയം ദൈവമക്കളെ ഇതൊക്കെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റെവലേഷൻ ചാപ്റ്റർ 2 26-27 അവിടെ വായിക്കുന്നത്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്തവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. നോക്കുക, ഞാൻ അവർക്ക് ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയാളികൾക്ക് ജാതികളുടെ മേൽ അധികാരം. അതിനെക്കുറിച്ച് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വരെ വായിക്കുമ്പോൾ, ലൂക്ക് ചാപ്റ്റർ 19:17-19 അവിടെ വായിക്കുന്നത്, അവൻ അവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അതേ അധികാരമുള്ളവൻ ആയിരിക്കും എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവൻ വന്ന്, കർത്താവേ, നീ തന്ന രാത്രി കൊണ്ട് 5 രാത്രി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽവിചാരനായിരിക്കും എന്ന് അവൻ അവരോട് കൽപ്പിച്ചു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ജീവിതയാത്രയിൽ നമ്മൾ ദൈവത്തോട് എങ്ങനെ വിശ്വസ്തരായി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ 1000 ആണ്ട് വാഴ്ചയിലുള്ള ഭരണത്തിൽ ഭാഗവാക്കാകാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ അതേ കാര്യം നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം വായിക്കുമ്പോൾ, മാത്യു ചാപ്റ്റർ 25:21-23 അപ്പോൾ അവിടെ വായിക്കുന്നത്, അതിനെ യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, അല്ലെങ്കിൽ അധികാരിയാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന്, യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്
യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ജയാളികളായിരിക്കുന്ന വിശുദ്ധന്മാര് അന്ന് കർത്താവിനോടുകൂടെ രാജ്യം ഭരിക്കും. നോക്കുക, ഇതെല്ലാം നമുക്ക് ഇന്ന് ഈ ജീവിതയാത്രയിൽ നമ്മൾ എത്രത്തോളം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ വിശ്വാസയോഗ്യതയോടുകൂടി വിശ്വസ്തയോടുകൂടി ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭാവിയിൽ പ്രിയമുള്ളവരെ നോക്കണം. ഇനി നമുക്ക് ഈ ലോകയാത്രയ്ക്ക് ശേഷം മരണാനന്തരം നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ ചെറിയൊരു ആയുസ്സിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തരായിരുന്നാൽ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ, നമുക്ക് തന്നിരിക്കുന്ന വരങ്ങൾ ദൈവസഭയുടെ ഉന്നതിക്ക് വേണ്ടി, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴ്ചയിൽ വാഴുന്നവരായി മാറും. നോക്കുക, ചിലപ്പോൾ നമുക്കറിയാം, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ വലിയ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ താലൂക്കിൻ്റെയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെയോ അങ്ങനെ മേഖലകളുടെയോ ഒക്കെ അധിപന്മാരാക്കി സ്റ്റേറ്റുകളുടെ രാജ്യങ്ങളുടെ മേൽ നോക്കുക, അത് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുക. ആർക്ക് ലഭിക്കും? വിശ്വസ്തരായി ജയാളികളായി ജീവിക്കുന്നവർക്ക്. ജയാളികൾക്ക് മാത്രമേ ലഭിക്കൂ. ഇന്ന് അനേകരും രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയും, പക്ഷേ അവർ ഒരു ജയാളിയായി ജീവിക്കുന്നില്ല. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാനൊരു ജയാളിയായി ജീവിക്കുന്നുണ്ടോ? ഞാൻ കർത്താവിനോടുകൂടെ 1000 ആണ്ട് വാഴ്ചയിൽ ഈ ലോകത്തെ ഭരിക്കുവാനായിട്ട് ഉണ്ടാകുമോ? കർത്താവിനോടുകൂടെ തൻ്റെ സിംഹാസനത്തിൽ ആരിയ്ക്കുന്ന പറഞ്ഞേ? ജയാളികൾ. ഞാൻ ജയിച്ച് പിതാവിനോട് കൂടി ഇരുന്നതുപോലെ ജയാളികളെ ഞാൻ എന്നോടുകൂടി ഇരുത്തുമെന്ന വെളിപ്പാട് 3:21 കർത്താവ് പറഞ്ഞത്. ജയാളികൾക്കാണ് ഈ വാഗ്ദത്തം. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മുടെ ഇഷ്ടം പോലെ ജീവിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള പദവിയൊന്നും കിട്ടിയല്ലോ കേട്ടോ. സൂക്ഷിക്കണം. ഇനി കർത്താവ് 1000 ആണ്ട് ഭരിക്കുമ്പോൾ അന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിനോട് പറയാം. കാരണം ഇത് തന്നെ ഞാൻ ഫാസ്റ്റിലായിരിക്കും പോകുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പ്രിയമുള്ളവരെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ഇന്ന് ക്രിസ്തുവിലായി ക്രിസ്തുവിന് ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ നമുക്കിടയാകണം. അതിന് കർത്താവ് കേൾവിക്കാരായ എല്ലാവർക്കും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ.